A to Z Cars പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല മഴയും പിന്നെ ഷോറൂമിൻ്റെ വർക്കും നടക്കുന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു സ്പീഡപ്പ് ആയിട്ട് കുറച്ച് നമ്മളുള്ള വെഹിക്കിളിൻ്റെ സ്റ്റോക്ക് ഉള്ളത് ഫുൾ ഒന്നായിട്ട് ഞാൻ ഇന്ന് കാണിച്ചു തരാം. അതാണ് ഇന്ന് വീഡിയോയിൽ കൂടെ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ വെഹിക്കിൾ വരുന്നത് ബെൻസിൻ്റെ ആണ്. ബെൻസിൻ്റെ C ക്ലാസ് ആണ് വരുന്നത്. ഒരു സെക്കൻഡ് RC ഒറിജിനൽ കേരള രജിസ്ട്രേഡ് വെഹിക്കിളാണ്. നമുക്ക് ഈ വെഹിക്കിളിന് ഫുൾ എമൗണ്ട് അതിൽ കൂടുതൽ നമുക്ക് ലോൺ അവൈലബിൾ ആവുന്ന ഒരു വെഹിക്കിളാണ്. ഒരു സെക്കൻഡ് RCയിലാണ് ഉള്ളത്. 94,000 കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. ഓക്കെ, അപ്പോൾ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് 7.50 lakhs ആണ്. വെഹിക്കിൾ വരുന്നത് ടൊയോട്ടയുടെ എറ്റിയോസ് ലിവ ആണ്. VXD ഡുവൽ ടോൺ വെഹിക്കിളാണ്. ഒരു സിംഗിൾ RC 1 lakh കിലോമീറ്റർ മാത്രം ഓടിയ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണെങ്കിലും നമ്മുടെ ഈ ഡോർ വെഹിക്കിളിന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നിന്നാണ് റീപ്ലേസ് ചെയ്തത്. ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. അപ്പോൾ ഡീസൽ വെഹിക്കിളാണ്. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ അടിയിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. പിന്നെ എല്ലാ വെഹിക്കിൾസിൻ്റെയും ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ താഴത്തുണ്ട്. ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജോ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത വെഹിക്കിൾ വരുന്നത് നമുക്ക് എമേസ് ആണ്. എമേസിൻ്റെ 2015 മോഡൽ, ഒരു സിംഗിൾ RC ഓണർ, 67,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വെഹിക്കിളാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ റീപ്ലേസ്മെൻറ്റ്സോ മേജർ ആക്സിഡൻറ്റ് ഹിസ്റ്ററീസോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ലാത്തൊരു വെഹിക്കിളാണ്. അപ്പോൾ ഈ വെഹിക്കിളിന് നമ്മൾ ആസ്കിങ് റേറ്റ് വരുന്നത് 3.60 ആണ്. അടുത്തൊരു ഫോർഡ് ഫിഗോ, ഒരു സിംഗിൾ RC ഓണർ വെഹിക്കിളാണ്. ഇപ്പം നമ്മുടെ ഒരു മഴയൊക്കെ ആയതിനെ കൊണ്ട് തന്നെ ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റി ചെറിയൊരു പ്രൈസിന് നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല മൈലേജും നമുക്ക് ലോ മെയിൻ്റെനൻസ് കോസ്റ്റാണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. ഡീസലാണ്, സിംഗിൾ RC ആണ്, 1 lakh കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് ഒന്നും ഇല്ലെങ്കിലും ഫ്രണ്ടൊക്കെ ചെറിയൊരു തട്ടിട്ടുണ്ട്. ഉള്ളോട്ടേക്കൊന്നും വലുതായിട്ടില്ല. സോ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് 2010 ഫോർഡ് ഫിഗോയ്ക്ക് 1.20 ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പുതിയൊരു ടാറ്റ പഞ്ചൊക്കെ എടുക്കാൻ ആർക്കെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. കാരണം ഇത് 2023 വെറും 8,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയ ഒരു വെഹിക്കിളാണ്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വരുന്നത്. അതായത് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. അതായത് സൺറൂഫ് വരുന്നില്ല എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. വാറണ്ടി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം ഈ വെഹിക്കിളിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8.50 ആണ്. ഏകദേശം പുതിയ വെഹിക്കിളിന് നമുക്ക് തോന്നുന്നത് 10.5 ലക്ഷമുണ്ട്. ഓക്കെ, അടുത്തത് വെർണയാണ്. ഒരു സെഡാനിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിളാണ്. കാരണം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഒരു സെക്കൻഡ് RCയിലാണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. നല്ലൊരു കളറിലാണ് വെഹിക്കിള്. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 മോഡൽ S ഓപ്ഷനിൽ വരുന്ന വെഹിക്കിളാണ്. സോ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് വരുന്നത് 8.50 ആണ്. ഓക്കെ, മോർ ഡീറ്റെയിൽസിന് ഞാൻ പറഞ്ഞ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ നമ്പർ ഉണ്ട്. അടുത്തതായിട്ടൊരു I10 ആണ്. നമ്മുടെ മഴയത്തൊക്കെ ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ ലോ ബഡ്ജറ്റ് ഒരു വെഹിക്കിളാണ്. നമുക്ക് അലോയ് വീൽസൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടൊരു വെഹിക്കിളാണ്. ഇതൊരു 2008 മോഡൽ പുതിയ ടെസ്റ്റ് കഴിഞ്ഞൊരു വെഹിക്കിളാണ്. സോ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് വരുന്നത് 1.10 ആണ്. അതായത് നമുക്ക് ഫീച്ചേഴ്സായിട്ട് നമുക്ക് 4 പവർ വിൻഡോസ് വരുന്നുണ്ട്, ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ സ്കോഡയുടെ തന്നെ പ്രിയോണ്ട് ഒരു വെഹിക്കിൾ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ പ്രിയോണ്ടുള്ള വെഹിക്കിളാണ്. ഒരു സിംഗിൾ RC വെറും 10,000 കിലോമീറ്റർ, നല്ലൊരു ഫാൻസി നമ്പറായ ഒരു വെഹിക്കിളാണ്. ഇനി ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് വാറണ്ടി 6 വർഷത്തേക്ക് നമുക്ക് ഈ വെഹിക്കിളിന് വാറണ്ടി അവൈലബിൾ ആണ്. അതേമാതിരി തന്നെ 2026 വരെ നമുക്ക് ഫ്രീ സർവീസ് ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. സോ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് വരുന്നത് 10 lakhs ആണ്. അടുത്ത നമുക്ക് വെഹിക്കിൾ വരുന്നത് 2017 മോഡൽ ഡീസൽ DSG ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഒരു വെൻഡോ ആണ് വരുന്നത്. ഒരു കണ്ണൂർ രജിസ്റ്റർ ചെയ്ത വെഹിക്കിളാണ്. സിംഗിൾ RC ആണ്. കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്നത് 1,30,000 ആണ്. മേജർ വർക്ക് ഒക്കെ കഴിഞ്ഞ വെഹിക്കിളാണ്. സോ ഈ വെഹിക്കിളിന് 2017 മോഡൽ വെൻഡോ ഹൈലൈനിന് നമ്മൾ ഓട്ടോമാറ്റിക്കിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 6 lakhs ആണ്. ആസ്കിങ് റേറ്റ് ആണ്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അടുത്തൊരു വെഹിക്കിൾ വരുന്നത് I20 മാഗ്ന ആണ്. സിംഗിൾ RC 45,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വെഹിക്കിളാണ്. വേറെ പോരായ്മകളൊന്നുമില്ല. ചെറിയൊരു സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ചെറിയൊരു നോയ്സ് ഉണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് വരുന്നത് 4,60,000 രൂപയാണ്. അടുത്ത വെഹിക്കിൾ വരുന്നത് 2006 മോഡൽ ഇന്നോവയാണ്. G4 കൺവേർട്ട് ചെയ്ത വെഹിക്കിളാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ് എന്നൊന്നും ഞാൻ പറയില്ല, കാരണം കുറച്ച് പോരായ്മകൾ വെഹിക്കിളിനുണ്ട്. അപ്പോൾ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് വരുന്നത് 3,30,000 രൂപയാണ്.
ഇത് നമുക്ക് ഒരു എറ്റിയോസിൻ്റെ ടൊയോട്ടയുടെ എറ്റിയോസിൻ്റെ പെട്രോളാണ്. 75,000 കിലോമീറ്റർ ഓടി സിംഗിൾ RC പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ളതാണ്. കുറച്ച് റീപെയിൻറ്റുകൾ വെഹിക്കിളിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിലും റീപ്ലേസ്മെൻറ്റ്സ് ഇല്ലാത്തൊരു വെഹിക്കിളാണ്. സോ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് വരുന്നത് 2.90 lakhs ആണ്. അടുത്ത വെഹിക്കിൾ വരുന്നത് നമുക്കൊരു ഫുൾ എമൗണ്ട് ലോണൊക്കെ അവൈലബിൾ ആയ ഒരു വെഹിക്കിളാണ്. സണ്ണിയാണ്. 2012 മോഡൽ സിംഗിൾ RC XL എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന ഏകദേശം 24 മൈലേജ് കിട്ടുന്ന വെഹിക്കിളാണ്. ഈ വെഹിക്കിളിന് നമ്മൾ ആസ്കിങ് റേറ്റ് വരുന്നത് 2.80 lakhs ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഒരു ബ്രൗൺ കളർ വെൻഡോ വാങ്ങുമ്പോൾ ഒരു ബ്രൗൺ കളർ ആക്റ്റീവ് ഫ്രീ വെറുതെ പറഞ്ഞാട്ടോ. അതൊരു 2015 മോഡൽ വെൻഡോ ആണ്. 91,000 കിലോമീറ്റർ ഓടി നല്ല കറക്റ്റ് പ്രോപ്പർ സർവീസ് ചെയ്ത വെഹിക്കിളാണ്. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീൽ കിട്ടും. പിന്നെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒക്കെ എടുത്താണ്. പിന്നെ ഇവിടുത്തെ എല്ലാ വെഹിക്കിൾസിനും സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊരു 91 മോഡൽ ഓടിയ പെട്രോളാണ്, ഹൈലൈനാണ്. നമുക്ക് ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് വരുന്നത് 5 lakhs ആണ്. അടുത്ത വെഹിക്കിൾ വരുന്നത് 2016 മോഡൽ ഹോണ്ട സിറ്റിയുടെ ഡീസലാണ്. 78,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ RC ആണ്. വേറെ പോരായ്മകളൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ABSൻ്റെ വാർണിംഗ് ലൈറ്റ് വെഹിക്കിളിന് കത്തുണ്ട്. വേറെ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടുമില്ല. മേജർ ആക്സിഡൻ്റ് ആയിട്ടും ഒന്നും തന്നെ വരാത്തൊരു വെഹിക്കിളാണ്. ഓക്കെ, ചോദിക്കുന്ന ആസ്കിങ് റേറ്റ് വരുന്നത് 6.80 lakhs ആണ്. ഗൈസ്, ഒന്നും വിചാരിക്കരുത്, ഷോറൂമിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ അത് കൂടാതെ മഴയും ഒരു ചടപ്പുള്ളതിനെ കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. നല്ല നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന്. ഇനി വേറെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഓരോന്ന് സിംഗിളായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പം ഏതെങ്കിലും വെഹിക്കിൾസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട്. സ്ക്രീനിൻ്റെ അടിയിൽ എൻ്റെ കോൺടാക്ട് നമ്പറാണ്, അതിൻ്റെ അത് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് A to Z Cars സൈനിങ് ഓഫ്. ഗുഡ് ബൈ.